ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനും ഇതും ഇങ്ങനെ നമ്മൾ ബോറടിച്ചിരിക്കുന്ന ഡേയ്സ് ഒക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത, അല്ലെങ്കിൽ എവിടെയോ പോകണ്ടേന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാത്ത ദിവസങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് കൺട്രി സൈഡിലേക്ക് നേരെ ഒരു ഡ്രൈവ് പോകാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന കൺട്രി സൈഡ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കൺട്രി സൈഡ് എന്ന് വെച്ചാൽ നമ്മളെ ഈ ബ്രാംപ്ടൺ, ടൊറന്റോ പോലെയൊന്നല്ല. അതായത് ഒരുപാട് ബഹളം, അടുത്തടുത്ത് വീടുകൾ, കുറേ ആൾക്കാർ, അങ്ങനെയൊന്നല്ല. ഭയങ്കര ശാന്തമായ, നമ്മളെ നാട്ടുമ്പുറം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, വലിയ വലിയ വീടുകളെന്നൊക്കെ വെച്ചാൽ വലിയ വലിയ കൊട്ടാരങ്ങൾ, പാലസ് പോലെയൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ എൻ്റെ നയാഗ്രയിൽ പോയ വീഡിയോ ഇട്ട ടൈമിൽ ഞാൻ നമ്മുടെ എന്താ പറയുക, ഓൺ ദ ലേക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നയാഗ്ര ഓൺ ദ ലേക്സ്. അപ്പോൾ ഓൺ ദ ലേക്ക് ഓർ ലേക്സ്, ഓക്കെ, അവിടെ നമുക്ക് കൺട്രി സൈഡ് മാറ്റിയിട്ട് വല്ല ലേക്ക് സൈഡ് പോകാം. ഞാൻ എന്തായാലും കൺട്രി സൈഡ് എന്ന് അവരോട് പറഞ്ഞു. ഇതാണ് നമ്മുടെ പ്രശ്നം കേട്ടോ. നമ്മളിങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് അപ്പം എന്താ തോന്നുന്നത് അങ്ങോട്ടേക്ക് വിടും. അല്ലാണ്ട് നമ്മളിങ്ങനെ നേരത്തെ ഡിസൈഡ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പം മിഥുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതാണെങ്കിൽ പോലും അവരെന്താക്കുന്ന വെച്ചാൽ പെട്ടെന്ന് വിളിക്കും, എടാ ഇന്ന സ്ഥലത്തേക്ക്, ഓക്കെ അല്ലേ? ആ ഒരു രീതിയിലാണ് നമ്മൾ പൊതുവേ ട്രിപ്പ് പോവാറ്. അപ്പോൾ ഇന്നത്തേത് എന്താണെന്ന് നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിവേ എന്തായാലും നമ്മൾ പോകുന്നത് ഒരു നല്ലൊരു അടിപൊളി സ്ഥലമായിരിക്കും. കാരണം നമ്മൾ അങ്ങനെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, അതുപോലെ തന്നെ നല്ല നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ അധികം പോകാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത്രയും കാലം വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇവിടെ വിൻ്റർ ആയിരുന്നു. ആ ടൈമിൽ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വണ്ടി എടുത്തിട്ട് പിന്നെ നിലത്തിറങ്ങിയാൽ ഈ മഞ്ഞ് കാരണം വണ്ടിയൊക്കെ നിലത്ത് മീൻസ് റോഡിൽ, ഓ മാൻ കം ഓൺ മാൻ ഗ്രോ അപ്പ്, നമ്മൾ റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി സ്കിഡായി പോയോ സ്ലിപ്പായി പോവാണ്. നേരെ ബ്രേക്കൊക്കെ പിടിച്ചാൽ കിട്ടുപോലുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പോകാറില്ല. പക്ഷെ ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി മഞ്ഞ് കുറവാണെന്നാണ് ഇത് പറഞ്ഞത്. കാരണം ഇതിന് മുന്നത്തെ വർഷം ഞാൻ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് വലിയ വലിയ ആൾക്കാർ പറയുന്നത് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈഡ് ചെയ്തു കേട്ടോ. നമ്മൾ ബ്ലഫേഴ്സ് ബീച്ചിലേക്ക് പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. പക്ഷെ കരിഞ്ഞ് പണ്ടാറടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അമ്മാതിരി വെയിൽ, നമുക്ക് പുറത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇന്നലെ ഭയങ്കര ഒരു അടിപൊളി സംഭവം ഉണ്ടായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏതോ പഠിക്കുമ്പോൾ ആട് ജീവിതങ്ങൾ വായിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ മരുപ്പച്ച എന്ന് പറയുന്നൊരു സംഭവം. മരുഭൂമിയിലില്ലേ മരുപ്പച്ച? എന്നാ ഇവിടെ നല്ലോണം കൂടുതലാണ്. ആ, ഇവിടെ ഇങ്ങനെ നമുക്ക് ദൂരം ഫുള്ള് മറ്റേ വെള്ളാന്ന് തോന്നിപ്പോകും. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം കാനഡേൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അതായത് ഈ സെൽഷ്യസ് കുറവായിരിക്കും. ഇത്ര ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉണ്ടാവും. ചിലപ്പോൾ 20 ഉണ്ടാവും. പക്ഷെ നാട്ടിൽ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ ചൂടാണ് ഇവിടെ. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയാം. പക്ഷെ ഞാനത് പറയില്ല. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശാസ്ത്രീയ വശം നോക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ എനിക്ക് വെറുതെ കഴിയൂല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഫേഴ്സ് ബീച്ചിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബ്ലഫേഴ്സ് ബീച്ച്, സ്കാർബറോയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കാനഡ വന്നിട്ട് മിഥുവിന് ഇതുവരെ സ്കാർബറോയിൽ കൊണ്ടുപോയിട്ടില്ല. എന്താ ഞാൻ സ്കാർബറോ കൊണ്ടുപോയി? ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് സ്കാർബറോ പോവാണ്. സ്കാർബറോ എന്ന് വെച്ചാൽ നമ്മളെ മലയാളി തമിഴ് കമ്മ്യൂണിറ്റി ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒക്കെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പറക്കുന്ന ഏരിയ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സ്കാർബറോ പോവാം. ഇവിടെ ബ്ലഫേഴ്സ് ബീച്ച് കാണാം, അവിടെ വേറെ വ്യൂ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഹൈവേ കയറാൻ പോവാണ്. അപ്പോൾ നേരെ ഇവിടെ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ സംഭവങ്ങൾ കാണാം. ബൈക്ക്, നമ്മുടെ നാട്ടിൽ സൈക്കിൾ എന്ന് പറയുമെങ്കിലും ഇവിടെ ആൾക്കാർ ഇതിന് ബൈക്ക് എന്നാണ് പറയാറ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. കാറിൽ കയറിയാൽ അപ്പം ഉറങ്ങും. എൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അപ്പോൾ മിഥുവിന് തീരെ ഇഷ്ടമല്ലാത്തത് അതാണ്. കാരണം മിഥു ഒരുമാതിരി പോസ്റ്റായ അവസ്ഥയിലായിരിക്കും പല ദിവസങ്ങളിലും. മിസ്സിസാക്കി എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് എപ്പോഴും പോകുന്നത് ഇവിടുത്തെ ഈ ബിൽഡിങ്ങിലേക്കാണ്. ഇതെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് മിസ്സിസാഗിയിൽ പലതും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിലേ പോകുന്ന ഓരോരാളുടെ കണ്ണും അതിലേക്ക് പതിയും.
ഹൈവേയിലെ വണ്ടി ഓടിച്ച് പോകുന്ന മിഥുനും ഒപ്പരം ഇരിക്കുന്ന എനിക്കും എപ്പോഴും ഭയങ്കര ബോറടിയാണ്. കാരണം 100 കിലോമീറ്റർ സ്പീഡിൽ സ്ട്രെയിറ്റ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വന്നിട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ. ഹൈവേ ഇറങ്ങിയപ്പോൾ നേരെ മെക്ഡിയിലേക്ക്. അവിടുന്ന് ഒരു ഐസ്ക്രീമും 2 ബർഗറും കഴിച്ചപ്പോൾ സന്തോഷമായി. അങ്ങനെ ഫൈനലി ഒരു 1.5 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഇതേ സ്കാർബ്രോയിൽ എത്തിയിട്ടുണ്ട്. സ്കാർബ്രോയിൽ എത്തിയപ്പോൾ വ്യത്യാസം മനസ്സിലാക്കാനുണ്ട് കേട്ടോ. കാരണം കൂടുതൽ നമ്മളെ മലയാളീസും തമിഴൻസാന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ബ്രാംപ്ടണിലെ പോലെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ. ഇനി ഇവിടുന്ന് ഏകദേശം എത്ര മിനിറ്റ് ഉണ്ട് ഇതു? ഒരു 15 മിനിറ്റ്സ് ഇനി ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുണ്ട് നമുക്ക്. അങ്ങനെ നല്ല ഉറക്കമൊക്കെ വന്നായിരുന്നു. കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ മൊത്തം റെഡായിരുന്നു. മാപ്പിൽ ഇങ്ങനെ നമ്മൾ വരുന്ന വഴി മൊത്തത്തിൽ അങ്ങ് റെഡ് അടിച്ച് റെഡ് മയമായിരുന്നു. അങ്ങനെ വരുന്ന വഴിയിൽ മെക്ഡിയിൽ കയറി ചെറിയൊരു സ്നാക്ക്, ചെറിയൊരു ബർഗറും ചെറിയൊരു ഐസ്ക്രീമും കഴിച്ചു. ഇനി ഇങ്ങനെ നമ്മളിതേ ഹൈവേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒരു ചെറിയൊരു ഇന്ത്യൻ ലുക്ക് ഉണ്ട്, ഇന്ത്യൻ ടച്ച് ഉണ്ട് ഈ വഴിക്കൊക്കെ. ഹലോ, അങ്ങനെ നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള തത്രപ്പാടിലാണ്. അങ്ങോട്ടേക്ക് നോ എൻട്രി ബോർഡ് വെച്ചു. ഒരു രീതിയിൽ ആകെ ഒരു വഴിയേ ഇല്ലോ. ആ വഴി അവർ പോലീസുകാർ ക്ലോസ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നടന്നിട്ട് വേണം ഏകദേശം ഒരു 3.8 കിലോമീറ്റർ അത് നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് മിഥുവിന് ക്ലിഫിലേക്ക് പോകണമെന്ന് ആഗ്രഹം. ഇതേതോ ഗർത്തത്തിലേക്കാണ് പോകുന്നത് നമ്മ. അപ്പോൾ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളിതേ ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ ബ്ലഫേഴ്സ് ബീച്ചിൻ്റെ അടുത്ത് എത്തിയെങ്കിലും ക്ലിഫിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു. മിഥു കഴിഞ്ഞ തവണ വന്നപ്പോഴും പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു പരിഭവം മാറ്റാനായിരുന്നു ഇത്തവണ നമ്മൾ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ വഴി എങ്ങനെയും നമുക്ക് മാപ്പിൽ പോലും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മന്ദം ഏകദേശം 3 കിലോമീറ്റർ നടന്ന് ഫൈനലി നമ്മൾ ബ്ലഫേഴ്സ് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബ്ലഫേഴ്സ് ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പോലെ നല്ല മണലാരണ്യത്തിൽ കുളിച്ച് നല്ല ആർത്തൊലിച്ച് വരുന്ന തിരമാലകളൊന്നുമില്ല, കടൽ തീരമൊന്നുമല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ലേക്ക് സൈഡാണ്. നമ്മുടെ ഒണ്ടാരിയോയിലും, നമ്മുടെ കാനഡയിലും ഭൂരിഭാഗ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ വരുന്നത് ലേക്കുകൾ തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളി ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ടുവന്ന് നമുക്ക് ഇത് കാണുമ്പോൾ അങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ബ്ലഫേഴ്സ് ബീച്ച്. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ തിരമാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. നമ്മുടെ വിനോദസഞ്ചാരികൾ, അതായത് ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹം ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് കുറച്ചൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിർമ്മിച്ചൊരു സ്ഥലമാണ് നമ്മുടെ ബ്ലഫേഴ്സ് ബീച്ച് എന്ന് പറയുന്നത്. ഞാൻ നിർമ്മിച്ചതെന്ന് പറയാൻ വേണ്ടി ഒരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാൻമെയ്ഡ് ബീച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാർ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ കുറച്ച് ആൾക്കാരും കുറച്ച് ഒരു ബീച്ച് വൈബ് ഒക്കെ തരുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ അത്രയില്ല. എന്ത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ ശരിക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കലുണ്ട്, അപ്പം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ കേരളമൊക്കെ എന്ത് അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന്. അപ്പം ഞാനും മിഥുവും കൂടെ ഇവിടെ ഒരു വലിയൊരു പാറക്കെട്ടുണ്ട്, അതിൻ്റെ മുകളിൽ അതിസാഹസികമായി കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ദൂരെ മേലെ കാണുന്ന പാറകളും വലിയ വലിയ മലകളൊക്കെ കണ്ടോ? ഇതാ ഞാൻ സൂം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിഫ് എന്ന് പറയുന്നത്. ഇവിടെ എവിടെയോ ആയിട്ട് വരും ആ ക്ലിഫ് എന്ന് പറയുന്ന സംഭവം. ഒന്നുമില്ല, നമുക്ക് നല്ല ടോപ്പിൽ നിന്ന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്പോട്ടിനെയാണ് ക്ലിഫ് എന്ന് പറയുന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പ് പോലും നമ്മളെ സമ്മതിച്ചില്ല അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ബ്ലഫേഴ്സ് ബീച്ചിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു, മുടിഞ്ഞ തണുപ്പായിരുന്നു. ഈവൻ പുറത്ത് കുറച്ച് ചൂടാണെങ്കിൽ പോലും എനിക്കറിയില്ല ഇവരൊക്കെ എങ്ങനെയാണ് മരവിച്ച്, എനിക്കൊന്ന് കുറച്ച് ടൈം മരവിച്ച് എല്ലാം ആകുമ്പോൾ പിന്നെ അതുമായിട്ട് നമ്മളങ്ങ് പൊരുത്തപ്പെട്ട് പോകുമായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ടൈം ആ വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാനൊന്ന് കാല് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയപ്പോൾ തന്നെ ഞാൻ അപ്പം ആ സ്പോട്ടിൽ തന്നെ മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മാതിരി തണുപ്പായിരുന്നു, നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല, അത്ര തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്.
അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി മെല്ലെ പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാർക്കിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ കാനഡയിലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വീക്കെൻഡ് ഇങ്ങനെ വന്നിട്ട് അവരിങ്ങനെ അവരുടേതായ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുവച്ചിട്ട് അവിടെ പോയിരുന്ന് ചെറിയ ടെൻ്റൊക്കെ അടിച്ച് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ ഫയർ അല്ലെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ചിലപ്പോൾ രാവിലെ വരും, എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ അങ്ങനെ ചിലവഴിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് വീട്ടിലേക്ക് പോവാമെന്നുള്ളൊരു മൈൻഡിലായി. കാരണം കുറച്ചധികം ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അപ്പോൾ അതേ ഇവരോട് കളിക്കുന്ന കുറച്ച് സൂക്ഷിച്ച് വേണം കേട്ടോ, എപ്പോഴാ പണി തിരിച്ച് കിട്ടാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതേ അവരുടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് നമ്മുടെ ബ്ലഫേഴ്സ് ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ആ പാർക്കിലൂടെ നടന്നു വന്നാൽ കാണുന്ന ഒരു വ്യൂ ആണ്. ഇവിടെ നല്ല രസമാട്ടോ, കുറേ കുഞ്ഞു കുഞ്ഞു പാറക്കല്ലുകൾ, വലിയ വലിയ പാറക്കല്ലുകൾ ഒക്കെ ഉള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഒരു നല്ലൊരു രസമുള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ഓക്കെ നമുക്കൊന്ന് താഴോട്ടൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വരാമെന്ന്. ഓക്കെ, അപ്പോൾ ആശാൻ എന്തോ കല്ലൊക്കെ വെച്ച് വലിയ എന്തോ പത്രപ്പാടിലാണ്. അപ്പോൾ അതവിടെ അങ്ങ് നടക്കട്ടെ. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്തിട്ട് വരും. അങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കല്ലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. നമുക്കെല്ലാവർക്കും ലൈഫിൽ വേണ്ടുന്നതാണ് നമ്മുടെ ലൈഫ്, നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ലൈഫിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാസത്തിലൊരു ദിവസമെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ നല്ലതാണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, പോട്ടെ, വല്ലപ്പോഴൊക്കെ നമുക്ക് തിരിച്ചടികൾ കിട്ടണ്ടേ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അമൃത.